Good morning. I am Aisha Sharif. Here I am going to present the seminar on the topic Productivity Management. First, meaning and definition. Productivity is key to prosperity. It is the economic measure of output per unit of input. Inputs includes the raw material, labor, capital, building, plant and machinery, components. Output means the end product. Productivity aims at maximization of output by the most economic use of input and elimination or minimization of wastage. അതായത് പ്രൊഡക്ടിവിറ്റി എന്ന് വെച്ചാൽ ഒരു യൂണിറ്റ് ഇൻപുട്ട് കൊണ്ട് എത്രത്തോളം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാമെന്നുള്ളത് മെഷർ ചെയ്യുന്നതിനാണ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇൻപുട്ട്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് റോ മെറ്റീരിയൽ, ലേബർ, ക്യാപിറ്റൽ, ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, കോമ്പണൻസ്. ഔട്ട്പുട്ട് മീൻസ് ദ എൻഡ് പ്രോഡക്റ്റ്. പ്രൊഡക്ടിവിറ്റി എയിം ചെയ്യുന്നത് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഇൻപുട്ട് യൂസ് ചെയ്തുകൊണ്ട് മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ കഴിയുക. അതുപോലെ തന്നെ വേസ്റ്റേജ് മിനിമൈസ് ചെയ്യുകയോ എലിമിനേറ്റ് ചെയ്യുക എന്നതാണ് പ്രൊഡക്ടിവിറ്റി എയിം ചെയ്യുന്നത്. നെക്സ്റ്റ്, ഡെഫിനിഷൻ. According to Peter F. Drucker, productivity means the balance between all factors of production that will give the greatest output for the smallest efforts. അതായത് സ്മോളസ്റ്റ് എഫേർട്ടുകൾക്ക് ഗ്രേറ്റസ്റ്റ് ഔട്ട്പുട്ട് നൽകുന്ന എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനുകളുടെയും ബാലൻസിനെയാണ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. Next, in the words of M. Banerjee, the word productivity usually means the ratio between the output of wealth in the form of goods and services and input of resources used up in that output. അതായത് ഗുഡ്സ് ആൻഡ് സർവീസുകളുടെ രൂപത്തിലുള്ള വെൽത്തിൻ്റെ ഔട്ട്പുട്ടും ആ ഔട്ട്പുട്ടിൽ യൂസ് ചെയ്യുന്ന റിസോഴ്സുകളുടെ ഇൻപുട്ടും തമ്മിലുള്ള റേഷ്യോനെയാണ് പ്രൊഡക്ടിവിറ്റി എന്ന വേർഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്. Productivity ratio is equal to output divided by input or gross income divided by gross expense. Next, total productivity. When all outputs and inputs are included in the productivity measure, it is called total productivity. അതായത് എല്ലാ ഔട്ട്പുട്ടുകളും ഇൻപുട്ടുകളും പ്രൊഡക്ടിവിറ്റി മെഷറിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ടോട്ടൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. Then next, partial productivity. Productivity measure that use one or more inputs or factors but not all factors are called partial productivity. പാർഷ്യൽ പ്രൊഡക്ടിവിറ്റി എന്ന് വെച്ചാൽ ഒന്നോ അതിലധികമോ ഇൻപുട്ടുകൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സുകൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ടിവിറ്റി മെഷർ, എന്നാൽ എല്ലാ ഫാക്ടേഴ്സുകളും യൂസ് ചെയ്യുന്നില്ല. ഇതിനെയാണ് പാർഷ്യൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. എ കോമൺ എക്സാമ്പിൾ ഈസ് ലേബർ പ്രൊഡക്ടിവിറ്റി. ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് ലേബർ പ്രൊഡക്ടിവിറ്റി, യൂഷ്വലി എക്സ്പ്രസ്ഡ് ആസ് ഔട്ട്പുട്ട് പെർ ഹവർ. നെക്സ്റ്റ്, പ്രൊഡക്ഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി. ദ ടേം പ്രൊഡക്ഷൻ ഡിഫേഴ്സ് ഫ്രം ദി ടേം പ്രൊഡക്ടിവിറ്റി. പ്രൊഡക്ഷൻ എന്ന ടേം പ്രൊഡക്ടിവിറ്റി എന്ന ടേമിൽ നിന്നും ഡിഫറെൻ്റ് ആണ്. Production is the outcome of the various factors of production. It is the volume, value and quantum of goods and services produced during a given period of time by a worker, enterprise or an economy. On the other hand, productivity is the ratio of output and input. അതായത് പ്രൊഡക്ഷൻ്റെ വാരിയസ് ഫാക്ടേഴ്സിൻ്റെ ഔട്ട്കം ആണ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ. എന്നാൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടിൻ്റെയും ഇൻപുട്ടിൻ്റെയും റേഷ്യോ ആണ്. നെക്സ്റ്റ്, മെഷർമെൻറ്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി. ഫേംസ് ക്യാൻ ഇംപ്രൂവ് ദെയർ പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി ഇൻ 3 ways. ഫേമിന് പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനുള്ള 3 ways ആണ്. ഫസ്റ്റ് വൺ, ഇംപ്രൂവ്മെൻറ്റ്സ് ഇൻ ടെക്നിക്കൽ എഫിഷ്യൻസി. സെക്കൻഡ് വൺ, ടെക്നോളജിക്കൽ പ്രോഗ്രസ് ആൻഡ് ഓർഗനൈസേഷണൽ ചേഞ്ച്. തേർഡ് വൺ, ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. Next, reasons for difficulties in measurement of productivity. First one, total or overall productivity. Though it is relatively easy to measure total productivity, this measure will not be of much importance due to the fact that an increase in productivity of one factor may be counterbalanced by another and the real picture cannot be obtained. അതായത് ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ട് കുറേ ഇൻപുട്ടുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. അതിൻ്റെ ഓവറോൾ പ്രൊഡക്ടിവിറ്റിയാണ് മെഷർ ചെയ്യുന്നത്. അതിനെയാണ് ടോട്ടൽ ഓർ ഓവറോൾ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, ഇൻ്റർ ഡിപ്പെൻഡൻസ് ഓഫ് ഫാക്ടോറിയൽ പ്രൊഡക്ടിവിറ്റീസ്.
പ്രൊഡക്ടിവിറ്റി ഓഫ് വൺ ഫാക്ടർ മേ എഫക്റ്റ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് അനദർ ഫാക്ടർ. അതായത് ഒരു ഫാക്ടറിൻ്റെ പ്രൊഡക്ടിവിറ്റി മറ്റൊരു ഫാക്ടറിൻ്റെ പ്രൊഡക്ടിവിറ്റിയെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഒന്ന് പ്രൊഡ്യൂസ് ചെയ്ത് അടുത്തത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആദ്യത്തിൻ്റെ ഔട്ട്പുട്ട് അനുസരിച്ചായിരിക്കും അടുത്തതിൻ്റെ ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. For example, the productivity of labor affected by inferior quality of material and defective tools. Then third one, general disagreement as to the measurement of output and input. Where a firm produces variety of articles, it is difficult to measure productivity of the whole undertaking due to the differences in the volume of individual products, quality, and different degree of subcontracting. Moreover, where there is a fluctuation in price level, the productivity measured by monetary value may not give the correct picture. അതായത് ഒരു ഫേം വെറൈറ്റി ഓഫ് ആർട്ടിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പം ഇൻഡിവിജ്വൽ പ്രൊഡക്റ്റിൻ്റെ വോളിയം, ക്വാളിറ്റി, അതുപോലെ സബ് കോൺട്രാക്റ്റിൻ്റെ ഉണ്ടാകുന്ന വ്യത്യസ്ത അളവുകൾ, ഇതിലൊക്കെ ഉണ്ടാകുന്ന ഡിഫറൻസസ് കാരണം എല്ലാ അണ്ടർടേക്കിങ്സിൻ്റെയും പ്രൊഡക്ടിവിറ്റി മെഷർ ചെയ്യൽ ഡിഫിക്കൽട്ടാണ്. കൂടാതെ പ്രൈസ് ലെവലിൽ ഫ്ലക്ച്വേഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ പ്രൊഡക്ടിവിറ്റി മോണിറ്ററി വാല്യൂവിൽ മെഷർ ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ കറക്റ്റ് പിക്ചർ കിട്ടുന്നില്ല. In order to overcome the above difficulties, both the productivity of individual factors and the overall productivity of the business must be measured at regular intervals. ഈ മുകളിൽ പറഞ്ഞ ഡിഫിക്കൽട്ടീസൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡിവിജ്വൽ ഫാക്ടറുകളുടെ പ്രൊഡക്ടിവിറ്റിയും ബിസിനസ്സിൻ്റെ മൊത്തത്തിലുള്ള പ്രൊഡക്ടിവിറ്റിയും റെഗുലർ ഇൻ്റർവെൽസിൽ മെഷർ ചെയ്തിരിക്കണം. Where variety of articles are produced, the output may be expressed in terms of standard hours. The general measure of productivity is productivity is equal to output divided by input, or total cost plus net added value divided by total cost, or gross income divided by gross expenditure. ഇതാണ് പ്രൊഡക്ടിവിറ്റി മെഷർ ചെയ്യാനുള്ള ഇക്വേഷൻ. ദെൻ ഡിഫറെൻറ്റ് മെഷേഴ്സ് ഓഫ് പ്രൊഡക്ടിവിറ്റി. ഇതിൽ വരുന്ന രണ്ടെണ്ണമാണ് ഫാക്ടറൽ പ്രൊഡക്ടിവിറ്റിയും സെക്കൻഡ് വൺ ഓവറോൾ പ്രൊഡക്ടിവിറ്റി. ഫസ്റ്റ് വൺ ഫാക്ടറൽ പ്രൊഡക്ടിവിറ്റി. It is the productivity of individual factors which contribute to the overall productivity. This can be measured in the form of labor productivity, material productivity, machine productivity, etc. ഫാക്ടറൽ പ്രൊഡക്ടിവിറ്റി എന്ന് വെച്ചാൽ ഓരോ ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ഓരോ ഫാക്ടറിൻ്റെയും മെഷർ ചെയ്യുന്നതിനാണ് ഫാക്ടറൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പം ലേബറിൻ്റെത് മാത്രമാണെന്നുണ്ടെങ്കിൽ മെഷർ ചെയ്യുന്നത് ലേബർ പ്രൊഡക്ടിവിറ്റി ആയിരിക്കും. അങ്ങനെ ഓരോന്ന് ഫാക്ടറൽ പ്രൊഡക്ടിവിറ്റിയിൽ വരുന്ന ഫസ്റ്റ് വൺ ആണ് ലേബർ പ്രൊഡക്ടിവിറ്റി. Labor is an important factor of production, hence it is very important to determine the efficiency of labor. It can be measured in several ways which are as follows. Labor productivity മെഷർ ചെയ്യാനുള്ള ഇക്വേഷൻസ് ആണ്. ഒന്ന് ഇൻ ടേംസ് ഓഫ് ഹവേഴ്സും രണ്ടാമത്തേത് ഇൻ ടേംസ് ഓഫ് മണിയാണ്. ഇൻ ടേംസ് ഓഫ് ഹവേഴ്സ് ആണെങ്കിൽ ലേബർ പ്രൊഡക്ടിവിറ്റി ഔട്ട്പുട്ട് പെർ മാൻ ഹവർ ഈസ് ഈക്വൽ ടു total output divided by total man hours, or man hour per unit of production is equal to total labor hours divided by total output, or actual time compared with the standard time is equal to standard time for actual output divided by actual man hours, or lost time percentage is equal to man hours lost divided by possible or actual man hours into 100. ഇനി ഇൻ ടേംസ് ഓഫ് മണി ആണെങ്കിൽ ലേബർ പ്രൊഡക്ടിവിറ്റി ഈസ് ഈക്വൽ ടു സെയിൽസ് വാല്യൂ ഓർ കോസ്റ്റ് ഓഫ് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വർക്കേഴ്സ്, ഓർ ഡയറക്റ്റ് വേജസ് ഡിവൈഡഡ് ബൈ സെയിൽസ് വാല്യൂ, ഓർ ഇൻഡയറക്റ്റ് വേജസ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് വേജസ്, ഓർ ഡയറക്റ്റ് വേജസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ്. നെക്സ്റ്റ് സെക്കൻഡ് വൺ മെറ്റീരിയൽ പ്രൊഡക്ടിവിറ്റിയാണ്. When material cost constitutes a major segment in the total cost of production, it is very important to measure the material productivity. It can be measured in the following ways. Material productivity കാണാനുള്ള equation. Material productivity is equal to material cost divided by number of units produced, or direct material cost divided by production cost, or direct material cost divided by sales, or waste or scrap divided by total material consumed into 100. Then third one, machine productivity. When in factory, most of the work is done with the help of machines. The proper utilization of machinery is considered as very important. This can be located through productivity of machines, which may be calculated as follows. Machine productivity കാണാനുള്ള equation. Machine productivity is equal to output divided by actual machine hours, or
Activity percentage is equal to actual machine hours divided by planned machine hours into 100, or lost time percentage is equal to machine hours lost divided by possible machine hours into 100. Second one, overall productivity. Overall productivity can be measured by using the following ratios. Overall productivity കാണാനുള്ള equation ആണ് total output divided by total input. When cost is adopted as a convenient measure of productivity to avoid the difficulty arising out of diversity of methods of measurement of units of input, the ratio between the total output and the total input expressed in terms of money will be is equal to cost of output divided by cost of input. Overall productivity കാണാനുള്ള മറ്റൊരു equation ആണ് profit divided by sales into sales divided by capital employed is equal to profit divided by capital employed. Then next, productivity index. When output in relation to the input is expressed mathematically, it becomes what is known as productivity index. Productivity index simply refers to the ability of a firm to produce output. It is the average measure of the efficiency of production. പ്രൊഡക്ടിവിറ്റി ഇൻഡെക്സ് എന്ന് വെച്ചാൽ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻപുട്ടിന് എത്രത്തോളം ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത് മാത്തമാറ്റിക്കലി മെഷർ ചെയ്യുന്നതിനെയാണ് പ്രൊഡക്ടിവിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് പ്രൊഡക്ടിവിറ്റി ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട്. ഇഫ് പ്രൊഡക്ടിവിറ്റി ഇൻഡെക്സ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഈസ് ഈക്വൽ ടു ഹയർ പ്രൊഡക്ടിവിറ്റി, ലെസ് ദാൻ 1 ആണെങ്കിൽ ലോവർ പ്രൊഡക്ടിവിറ്റി. നെക്സ്റ്റ്, മിസ്കൺസെപ്ഷൻ അബൌട്ട് പ്രൊഡക്ടിവിറ്റി, അതായത് പ്രൊഡക്ടിവിറ്റിയെക്കുറിച്ചുള്ള ബന്ധപ്പെട്ട തെറ്റായ ധാരണകളാണ്. ഫസ്റ്റ് വൺ, ടേക്കിംഗ് ബ്രേക്സ് ഈസ് ബാഡ്. Some people believe that taking away from their work means less productivity. Someone holds the belief that working long hours is the best way to increase productivity. അതായത് ഇവിടെ പറയുന്നത് ബ്രേക്ക് എടുക്കുന്നത് തെറ്റാണ്. അങ്ങനെ ബ്രേക്ക് എടുക്കുന്നത് പ്രൊഡക്ടിവിറ്റി നമ്മൾ വിചാരിച്ച രീതിയിൽ വരില്ല എന്നാണ് പറയുന്നത്. അതാണ് ഫസ്റ്റത്തെ പ്രൊഡക്ടിവിറ്റിയെക്കുറിച്ചുള്ള മിസ്കൺസെപ്ഷൻ. വർക്കിംഗ് ലോങ് ഹവേഴ്സ് ഇസ് ദ ബെസ്റ്റ് വേ എന്നാണ് ഇവിടെ പറയുന്നത്. Second one, sleep less. Some people believe that in order to be more productive, they need to sleep less. They cite the examples of some successful people who use it to sleep 2 to 4 hours only. അതായത് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്നവർ കുറഞ്ഞ സമയമാണ് ഉറങ്ങുക, ബാക്കി സമയമെല്ലാം വർക്ക് ചെയ്യുക എന്നതാണ് ആളുകൾ വിശ്വസിക്കുന്നത്. ഇതാണ് സെക്കൻഡ് മിസ്കൺസെപ്ഷൻ അബൌട്ട് പ്രൊഡക്ടിവിറ്റി. തേർഡ് വൺ, മോസ്റ്റ് വർക്ക് ഗെറ്റ്സ് ഡൺ അണ്ടർ പ്രഷർ. The problem with constantly working under pressure is that our stress will build. Maybe we get our work done while working under pressure. അതായത് വർക്കിന് കൂടുതൽ പ്രഷറോ അല്ലെങ്കിൽ സ്ട്രെയിൻ കൊടുത്താൽ മാത്രമേ പ്രൊഡക്ടിവിറ്റി അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. മൂന്നാമത്തെ മിസ്കൺസെപ്ഷൻ. ദെൻ ഫോർത്ത് വൺ, multitasking will save time and will improve productivity. Multitasking is seen as a way to save time by getting 2 or more things done at the same time. The way multitasking actually works is quite different. അതായത് ഒരേ സമയം കുറേ ആക്ടിവിറ്റീസ് ചെയ്യുമ്പം പ്രൊഡക്ടിവിറ്റി മാക്സിമം അറ്റൈൻ ചെയ്യാൻ പറ്റുമെന്നാണ് ഇവിടെ പറയുന്നത്. Then fifth one, work should be quiet. Some people hold the belief that productivity can be improved while working in silence. This is a wrong belief. For instance, how do we feel when our favorite music is in our ear while working? Music can have a positive impact on productivity, particularly for certain roles and responsibilities. അതായത് സൈലൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്നാണ് ചിലർ വിശ്വസിക്കുന്നത്. ഇതൊരു തെറ്റായ വിശ്വാസമാണ്. Then last one, most productive at the office. Another misconception about productivity is that productivity will be high at office. However, research found that working from home increases performance and productivity while also decreasing the number of sick days taken. Additionally, the company saves money on office cost. മറ്റൊരു മിസ്കൺസെപ്ഷൻ എന്ന് വെച്ചാൽ ഓഫീസുകളിൽ പ്രൊഡക്ടിവിറ്റി കൂടുതലായിരിക്കും എന്നതാണ്. എന്നിരുന്നാലും വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്നത് പ്രൊഡക്ടിവിറ്റിയും പെർഫോമൻസും ഇൻക്രീസ് ചെയ്യുന്നതിനൊപ്പം നമ്പർ ഓഫ് സിക്ക് ഡേയ്സ് കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് റിസർച്ചുകളിലൂടെ കണ്ടെത്തിയത്. കൂടാതെ ഓഫീസിൻ്റെ ചിലവായിട്ട് കമ്പനി പണം നൽകുന്നതെന്നാണ്. ഇതാണ് ലാസ്റ്റ്
misconception about the productivity. Thank you.